ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനാക്രമത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിനും വനംവകുപ്പിനെതിരെ രൂക്ഷവും പ്രശ്നവുമായി കേരള കർഷക സംഘം മലയോര ജനതയെ കുടിയിറക്കി ജില്ലയെ പൂർണ്ണമായി വനമാക്കാനുള്ള കപട പരിസ്ഥിതിവാദികളുടെ അജണ്ടയ്ക്ക് UDF MLA-മാരും ജില്ലാ ഭരണകൂടവും കൂട്ടുനിൽക്കുകയാണ് എന്നും കർഷക സംഘം ആരോപിച്ചു. ഇടുക്കി പൂപ്പാറയിൽ കർഷകനായ ബോഡി സ്വദേശി ഒച്ചപ്പൻ എസ് എന്ന ഒച്ചത്തേവർ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് കർഷക സംഘം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർച്ചയായി മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും വനംവകുപ്പും ഭരണകൂടവും നോക്കുകുത്തിയാവുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ആഗസ്റ്റ് 26-ന് UDF MLA-മാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം ആനത്താറുകളിലെ നിർമ്മിതികൾ സംബന്ധിച്ച് വനംവകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ജനവാസ മേഖലകളെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കപട പരിസ്ഥിതിവാദികൾക്ക് കോടതികളിൽ ഉപയോഗിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി മാറുമെന്നും കർഷക സംഘം ചൂണ്ടിക്കാട്ടി. കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിന്റെ നിസ്സംഗ നിലപാടിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും UDF ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. കോൺഗ്രസ് ജനപ്രതിനിധികൾ സ്വീകരിക്കുന്ന സമീപനം ഇരട്ടത്താപ്പാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ മാസം 26-ന് കളക്ടറേറ്റിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? ജില്ലയിലെ ആനത്താരകളുടെ പുനഃസൃഷ്ടിക്ക് വേണ്ടി ആനത്താരകളിലുള്ള നിർമ്മാണം ഏതൊക്കെയെന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് വനം വകുപ്പ്. കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ PB സവീഷ്, MB ബേബി, സുനിൽ ജേക്കബ് എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.